പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിനെ ഇനി മറ്റാർക്കും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേവബാലയോട് വൈദ്യൻ. മാത്രവുമല്ല, ഇനി അവൻ എന്നേക്കുമായി നിന്റേതായി മാറും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈഷയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അഭിഷേകിന് അവളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. പോയാൽ തന്നെ അവളുടെ ഭർത്താവ് നല്ലത് കൊടുത്ത് അവനെ അവിടെ നിന്ന് ഓടിപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി മുതൽ അഭിഷേക് നിന്റേത് മാത്രമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന വൈദ്യൻ ഇനിയാണ് അഭിഷേകിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ്. അഭിഷേക് എന്റേത് മാത്രമാകണം, ആ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്, അല്ലാതെ മറ്റൊരു ആഗ്രഹവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ. ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ദേവബാല പറയുകയും പുതിയൊരു ജീവിതം അവനുമായി തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അധികം വൈകാതെ തന്നെ അതിന് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും. ഇനി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ എല്ലാം മറികടന്നുകൊണ്ട് നല്ലൊരു ജീവിതത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല തൻ്റെ അച്ഛനോട്. ഇതോടെ ദേവബാലയോട് ദേവരാജൻ, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം, അതുമാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും അത് നടക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അഭിഷേക്. മാത്രവുമല്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അഭിഷേക് ആലോചിക്കുകയും ചെയ്യുന്നു. സോഹനോട് കാര്യങ്ങൾ പറയുന്ന അഭിഷേക് ദേവബാലയുടെ ശല്യം സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും അവളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇനിയും അത് ഫലിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഭിഷേക് അവളെ ഞാൻ കൊല്ലേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു. ഇഷയെയും റാംമോഹനെയും ഇല്ലാതാക്കിയാൽ മാത്രമാണ് സ്വത്തുക്കൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് രാഹുൽ. നീനയെ ഇതേ തുടർന്ന് എങ്ങനെയാണ് അവരെ കൊല്ലുക എന്ന് ചോദിക്കുന്ന രാഹുൽ, നീനയുടെ സഹായം ഇതിൽ എനിക്ക് ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നെ നീ ഇവിടെ സഹായിച്ചാൽ മാത്രമാണ് നിനക്ക് നൽകാമെന്ന് പറഞ്ഞ സഹായം എനിക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നീ കൂടി പങ്കാളിയാവണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ അയാൾ. ഇതോടെ രാഹുലിനോട്, കൊല്ലുന്നതിന് ഞാൻ സഹായിക്കാം, ആദ്യം റാംമോഹനെ വീഴ്ത്തണം, എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയുള്ളൂ. റാംമോഹൻ വീണു കഴിഞ്ഞാൽ പിന്നെ ഇഷയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ റാംമോഹനെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന അവർ അയാളെ തളർത്തിക്കിടത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോകും എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. റാംമോഹനെ വീഴ്ത്തുന്നതിനായി അതിനുവേണ്ടി
അയാൾക്ക് എന്താണ് മെഡിസിൻ കൊടുക്കേണ്ടത് എന്ന് രാഹുൽ ആലോചിക്കുകയും ഒരു ഭാഗം തളർത്തി കിടക്കുന്നതിന് വേണ്ടിയുള്ള വിഷം എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് നീന. ഇതോടെ ഇനി തന്ത്രപൂർവം അയാൾക്ക് ഇത് കൊടുക്കുന്ന കാര്യം ഞാനേറ്റു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഇഷയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.